ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കിച്ചൺ മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ ആർഭാടമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു എന്താ പറയുക, ചെറിയ രീതിയിലുള്ള ഒരു മേക്ക് ഓവർ നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ നേരത്തെ നമ്മൾ 2 ദിവസം മുന്നേ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തതാണ്. അപ്പോൾ എങ്കിലും ജസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജനലിൻ്റെ സൈഡിലിരുന്ന് നമ്മുടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ചെടികൾ വെച്ചിരുന്ന പോട്ടൊക്കെ ഞാൻ മാറ്റി ഇപ്പോൾ വേറെ കുറച്ച് പുതിയ പോട്ടുകൾ 2-3 വാങ്ങിച്ച് അതിലിപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുൽത്തൈലും കർപ്പൂരവും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ചേർത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഇവിടെ തുടയ്ക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ ഈച്ച ഉറുമ്പൊന്നും നമ്മുടെ കിച്ചണിലേക്ക് വരത്തില്ല. എനിക്ക് കൂടുതലും ഇവിടെ ഈ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ പുൽത്തൈലവും കർപ്പൂരമൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കിച്ചണിലെ വാൾ ടൈലൊക്കെ എല്ലായിടത്തും ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ ബോട്ടിൽസൊക്കെ ഉണ്ട്, ഇതുപോലത്തെ 2 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആ സൈഡിൽ. അപ്പോൾ അതാ ഈ ഒരു കപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനിതിപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ നമ്മൾ കപ്പ് വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ്. അപ്പോൾ അത് ഇതിനകത്തൊരു 12 കപ്പോളം നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെ കപ്പൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ആ റൗണ്ട് സ്റ്റാൻഡ് വെക്കുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. അത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു സ്റ്റാൻഡ് ആകുമ്പോൾ കുറച്ച് സ്പേസ് കൂടുതൽ നമുക്ക് അവിടെ കിട്ടും. വേറെ എന്തെങ്കിലും നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അത് അവിടെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഇനി അടുത്തത് ഈ ഒരു കോർണറിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡ് കോർണറിൽ വെക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ഈ കാസറോളുണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ വയ്ക്കുന്നത്, അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റവും ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ മാറ്റി മറിച്ചൊക്കെ നമ്മൾ വെക്കും കേട്ടോ. എപ്പോഴും നമ്മൾ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. പിന്നെ അതിൻ്റെ മേളത്തെ തട്ടിലിന് ഞാനതെടുത്ത് താഴോട്ട് വെച്ചു. അപ്പോഴാണ് ഓർത്തത് നമ്മുടെ ഈ പുളിയൊക്കെ ഇടുന്ന ഒരു ചെറിയ 2 ഭരണി ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഏറ്റവും മുകളിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാനത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നമ്മുടെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ളൊരു പോട്ട് പ്ലാന്റ്സൊക്കെ വയ്ക്കും, നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ കുട്ടീനെ. അപ്പോൾ അതിൽ ഞാൻ മണി പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. അതും ഞാൻ ആ ഒരു സ്റ്റാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മസാല ബോക്സാണ് കേട്ടോ 2ാമത്തെ തട്ടിൽ ഞാൻ വെച്ച് കൊടുത്തത്. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടുത്തത് നമ്മുടെ സ്പൂണൊക്കെ ഇടുന്ന ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സ്പൂൺ മാത്രമല്ല കേട്ടോ, വലിയ വലിയ തവികളും അതുപോലെ നമ്മുടെ കത്തി, വലിയ കത്തി, ചെറിയ കത്തി, അതുപോലെ കത്രികകളൊക്കെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. കളറും നല്ലൊരു കളറാണ്, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും സ്പൂണും കത്തിയൊക്കെ അതിലിടാൻ പറ്റും കേട്ടോ. നല്ലൊരു സൂപ്പർ ഒരു ഐറ്റമാണ് കേട്ടോ അത്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഞാൻ വെക്കുന്നത് ഇതുപോലെ നമുക്ക് ഒരു ചെടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നമ്മുടെ എന്താ പറയുക ഫിലോഡെൻഡ്രോൻ്റെ ആ ഒരു ചെടിയാണ് കേട്ടോ ഞാനവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ നമ്മൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇലകളൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതാ ഈ ഒരു പ്ലാന്റ് വെക്കുന്ന ഒരു പോട്ടാണ് കേട്ടോ ഞാൻ 2ാമത് വാങ്ങിച്ചത്. അതൊരു 3 വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാനിന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഒരു 3-4 പ്രോഡക്റ്റേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ കിച്ചണിൽ ചെറിയൊരു കുഞ്ഞു കിച്ചണാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊത്തത്തിൽ കിച്ചൻ്റെ ഒരു വ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.